അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം, ചതുർത്ഥ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നത്. സന്ദേഹോയം മഹാൻ ബ്രഹ്മൻ നിസ്സന്ദേഹം കുരു പ്രഭോ. യത്പത്ന്യോ വാസുദേവസ്യാദസ്യുഭിർലുണ്ഠിതാ ഹൃതാ. സ്വർഗതേ ദേവദേവ ത്വോ തൽക്കഥം മുനിസത്തമാ. സംശയോ ജായത്തെ ബ്രഹ്മൻ ചിത്താന്തോളനകാരകാം. വിഷ്ണോരംശ സമുദ്ഭൂതാ ശൗരിർഭൂഭാരഹാരകൃ. സകഥം മധുരാരാജ്യം ഭയാൽ ത്യക്ത്വാ ജനാർദ്ദന. ദ്വാരവത്യാം ഗതസാധോ സസൈന്യ സസുഹൃൽഗണ. അവതാരോ ഹരേ പ്രോക്തോ ഭൂഭാരഹരണായ വൈ. പാപാത്മനാം വിനാശായ ധർമ്മസംസ്ഥാപനായ ച. തത്കഥം വാസുദേവേന ചൗരാസ്തേ ന നിപാരിതാം. യൈർഹൃതാ വാസുദേവസ്യ പത്ന്യ സംലുണ്ഠിതാശ്ച താം. സ്തേനാസ്തേ കിം ന വിജ്ഞാതാ സർവജ്ഞേന സതാ പുനാ. ഭീഷ്മദ്രോണവധ കാമം ഭൂഭാരഹരണേ മത. അർച്ചിതാശ്ച മഹാത്മാന പാണ്ഡവ
ധർമ്മതൽപര കൃഷ്ണഭക്ത സദാചാര യുധിഷ്ഠിരപുരോഗമ തേ കൃത്വാ രാജസൂയം ച യജ്ഞരാജം വിധാനത ദക്ഷിണ വിവിധാ ദത്വാ ബ്രാഹ്മണേഭ്യോതിഭാവത പാണ്ഡുപുത്രാസ്തു ദേവാംശ വാസുദേവാശ്രിതാ മുനെ ഘോരം ദുഃഖം കഥം പ്രാപ്ത ക്വ ഗതം സുകൃതം ച തൽ കിം തൽപാപം മഹാരൗദ്രം യേന തേ പീഡിതാ സദാ ദ്രൗപദീ ച മഹാഭാഗാ വേദീ മധ്യാൽ സമുദ്ധിത രമാംശജാ ച സാധ്വീ ച കൃഷ്ണഭക്തിയുതാ തഥാ സാ കഥം ദുഃഖമതുലം പ്രാപഘോരം പുനഃ പുനഃ ദുശാസനേന സാ കേശേ ഗൃഹീതാ പീഡിതാ ഭൃശം സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ ശ്രീമഹാലക്ഷ്മ്യൈ നമഃ ശ്രീമഹാസരസ്വത്यै നമഃ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ബ്രഹ്മജ്ഞ എനിക്കേറെ സംശയങ്ങളുണ്ടല്ലോ നൂനം ശ്രീകൃഷ്ണ പത്നിമാരെ അപഹരിച്ചതും വാസുദേവൻ ദിവംഗതനായപ്പോഴാണല്ലോ അത് മനസ്സിനെ ഉലയ്ക്കുന്ന സംശയമേറെ. ഭൂഭാരത്തെ ഇല്ലാതാക്കാൻ അവതാരം ചെയ്ത ശൗരി ഭയപ്പെട്ടു മധുരയെ വെടിഞ്ഞ ശേഷം അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സൈന്യത്തോടും പ്രിയരോടും ചേർന്നു ദ്വാരകയിലെത്തി ഹരി തന്നവതാരം ഭൂഭാരനാശാർത്ഥം പാപികളെ നശിപ്പിക്കാൻ ധർമ്മത്തെ ഉദ്ധരിക്കാനും പിറന്നവനവരെ തോൽപ്പിച്ചതുമില്ല. അവരല്ലേ കൃഷ്ണപത്നിമാരെ അപഹരിച്ചതും അവർ കള്ളന്മാരാണെന്നു അറിഞ്ഞതില്ലേ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഭീഷ്മാദികളെ കൊന്നതു ഭൂഭാരനാശാർത്ഥമല്ലേ. പൂജ്യരും മഹാത്മാക്കളുമായ പാണ്ഡവർ കൃഷ്ണഭക്തൻ സദാചാരി ധർമ്മപുത്രാദികളായോർ
രാജസൂയം വിധി പോലെ ചെയ്തുവെന്നാലും ബ്രാഹ്മണർക്കു അത്യുദാരം ദക്ഷിണകൾ നൽകിയിട്ടും കൃഷ്ണനെ സർവാത്മനാ നിത്യം ആശ്രയിച്ചിട്ടും പാണ്ഡവർക്കു ശോകമുണ്ടായി. സുകൃതമെവിടെ പോയി പീഡിപ്പിക്കും ഭയങ്കര പാപമെന്താണ്? പാണ്ഡവർക്കു ശോകമുണ്ടായി. സുകൃതമെവിടെ പോയി പീഡിപ്പിക്കും ഭയങ്കര പാപമെന്താണ്? അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദ്രൗപദിയോ യജ്ഞവേദി തന്നിലല്ലോ ജനിച്ചതും രമാംശജ സ്വാധിയൊപ്പം കൃഷ്ണഭക്തയും. അത്യധിക ദുഃഖമെന്തേ വീണ്ടും വീണ്ടും വന്നു കഷ്ടം. ദുശാസനൻ കേശത്തിൽ പീഡിച്ചു വലിച്ചു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 321 ദിവസം. ദേവീ ഭാഗവതം 4 സ്കന്ധത്തിൽ ചതുർത്ഥ സ്കന്ധം 1 അധ്യായത്തിൽ 25 ശ്ലോകം മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാൻ തുടങ്ങുന്നതും. ഇവിടെ പറഞ്ഞു, സ്വർഗത്തെ ദേവദേവേ തു തത്കഥം മുനിസത്തമ സംശയോ ജായത്തെ ബ്രഹ്മൻ ചിത്താന്തോളനകാരക. വാസുദേവൻ, ആ ഭഗവാൻ ദിവംഗതനായപ്പോൾ, ദിവം സ്വർഗം അല്ലേ, സ്വർഗത്തിലേക്ക് പോയപ്പോൾ, അതാണ് ദിവംഗതൻ എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ മരിച്ചു എന്നുള്ളതിന് പറയുന്ന ഒരു പേരാണ് ദിവംഗതൻ അല്ലേ. ദിവം അല്ലെങ്കിൽ സ്വർഗം, സ്വർഗത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നാണ്. ഏതാത് ഭഗവാന്റെ
പത്നിമാരെ കള്ളന്മാര് ദസ്യുഭിർ ലുണ്ഠിതാഹൃത എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയപ്പോഴാണ് അതുണ്ടായത്. എൻ്റെ മനസ്സിനെ ഉലയ്ക്കുന്ന ചിത്താന്തോളനകാരക സംശയ, ചിത്തത്തെ ഉലയ്ക്കുന്ന ആടുക അല്ലെ, ആന്തോളനം, ഓരോ സംശയം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണോരംശ സമുദ്ഭൂത ശൗരിർ ഭൂഭാരഹാരകൾ, ഭൂഭാരമില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുവിൻ്റെ അംശത്താൽ ഭഗവാൻ അവതരിച്ചത്, അല്ലെങ്കിൽ ശൗരിയായി പിറന്നത്. സകഥം മധുരാരാജ്യം ഭയാൽ ത്യക്വാ ജനാർദ്ദന, അങ്ങനെയെങ്കിൽ ആ ജനാർദ്ദനൻ എങ്ങനെ ഭയപ്പെട്ട മധുരാരാജ്യം വെടിഞ്ഞ് ദ്വാരവത്യാം ഗത, ദ്വാരകയിലേക്ക് പോയി? എങ്ങനെ? സാധോ സസൈന്യ സസുഹൃദ്ഗണ, സജ്ജനങ്ങളോടും സുഹൃത്തുക്കളോടും സൈന്യത്തോടും ഒക്കെ കൂടി പോയി ഇല്ലേ? അവതാരോ ഹരേ പ്രോക്തോ ഭൂഭാരഹരണായവൈ, വീണ്ടും പറഞ്ഞു അവതാരം, ഭഗവാന്റെ അവതാരം, ഹരിയുടെ അവതാരം എന്ന് പറയുന്നത് ഭൂഭാരഹരണത്തിനാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പാപാത്മനാം വിനാശായ ധർമ്മ സംസ്ഥാപനായ ച, പാപാത്മാക്കളുടെ, പാപികളുടെ നാശത്തിനും അതേപോലെ ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടിയാണ് ഭഗവാന്റെ അവതാരം എങ്കിൽ തത്കഥം വാസുദേവേന ചൗരാസ്തേന നിപാതിത, വാസുദേവൻ എന്തുകൊണ്ട് ആ ദസ്യുക്കളെ അല്ലെങ്കിൽ ആ ചോരന്മാരെ, ആ കള്ളന്മാരെ എന്തുകൊണ്ട് വീഴ്ത്തിയില്ല, എന്തുകൊണ്ട് തോൽപ്പിച്ചില്ല? യൈർഹൃത വാസുദേവസ്യ പത്നിയ സംലുണ്ഠിതാശ്ചത, അവരാണല്ലോ വാസുദേവന്റെ പത്നിമാരെ ആക്രമിച്ചതും അതേപോലെ അപഹരിച്ചതും. അവർ കള്ളന്മാരാണ് എന്ന് അദ്ദേഹത്തിന് അറിയാതിരിക്കുക, അദ്ദേഹം സർവജ്ഞനല്ലേ എന്നാണ്. സ്തേനാസ്തേക്കുന്ന വിജ്ഞാത സർവജ്ഞേന സദാപുന, അപ്പൊ അവര് കള്ളന്മാരാണ്, എല്ലാം അറിയുന്ന വാസുദേവന്, ആ ശ്രീഹരിക്ക്, ആ ഭഗവാന് ഇവർ കള്ളന്മാരാണ് എന്ന് തിരിച്ചറിയാതിരിക്കുവോ? തീർച്ചയായും ഭഗവാൻ അത് അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഭഗവാൻ തത്കഥം വാസുദേവേന ചൗരാസ്തേ ന നിപാതിത, എന്തുകൊണ്ടാണ് ആ കള്ളന്മാരെ ഭഗവാൻ തോൽപ്പിക്കാതിരുന്നത്? ഭീഷ്മദ്രോണവധ കാമം ഭൂഭാരഹരണേ മത അർച്ചിതാശ്ച മഹാത്മാന പാണ്ഡവ ധർമ്മതൽപര. പാണ്ഡവന്മാരെങ്ങനെയുള്ള ആളുകളാണ്? അവര് ധർമ്മതൽപരരാണ്, പൂജ്യരാണ്, മഹാത്മാക്കളാണ്. ഇപ്പൊ ഭീഷ്മദ്രോണാദി മഹാരഥന്മാരെ വധിച്ചത് എന്തിനാവും? ഭൂഭാരഹരണേ, ഈ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? ഇപ്പൊ ഭൂഭാരഹരണത്തിനാണോ അവരെയും കൊന്നത്? പൂജ്യരും മഹാത്മാക്കളും ധർമ്മതൽപരരുമായിരിക്കുന്ന പാണ്ഡവന്മാര്, അവരുടെ മറ്റൊരു ഗുണം എന്താ? കൃഷ്ണഭക്ത, കൃഷ്ണഭക്തരാണ് അവര്, സദാചാരരാണ്. യുധിഷ്ഠിര പുരോഗമ, യുധിഷ്ഠിര പ്രമുഖന്മാര്. തേ കൃത്വാ രാജസൂയം ച യജ്ഞരാജം വിധാനത, യജ്ഞരാജം രാജസൂയം, യജ്ഞങ്ങളിൽ അത്യുത്തമമായിരിക്കുന്ന മഖങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ ആ രാജസൂയം വിധിയാം വണ്ണം ചെയ്തിട്ടുണ്ട് അവര്, ഈ ധർമ്മപുത്രാദികള്. ദക്ഷിണ വിവിധാദത്വ ബ്രാഹ്മണേഭ്യോതിഭാവത, ബ്രാഹ്മണർക്ക് അത്യുദാരമായിരിക്കുന്ന, സാധാരണ ഒരു സ്ഥലത്തുനിന്ന് ദക്ഷിണ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ദക്ഷിണ ഉദാരമായി അല്ലെങ്കിൽ അത്യുദാരമായി ദക്ഷിണ നൽകിയിട്ടുണ്ട്. പാണ്ഡുപുത്രാസ്തു ദേവാംശ വാസുദേവാശ്രിതാ മുനേ, ഈ പാണ്ഡുപുത്രന്മാര്, പാണ്ഡവന്മാര് ദേവാംശഭൂതരാണ്. അതേപോലെ തന്നെ വാസുദേവാശ്രിത, വാസുദേവനെ, ആ ശ്രീഹരിയെ, ആ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ആളുകളുമാണല്ലോ മഹർഷി. അങ്ങനെയുള്ള പാണ്ഡവന്മാർക്ക് ഘോരം ദുഃഖം കഥം പ്രാപ്ത ക്വഗതം സുകൃതം ചതൽ കിം തത് പാപം മഹാരൗദ്രം യേന തേ പീഡിത സദാ. അങ്ങനെ സത്യത്തിൽ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക, യജ്ഞം ചെയ്യുക, ഈശ്വരാംശമായിരിക്കുന്ന ആ ഭഗവാനോട് സർവാത്മന ആശ്രയിച്ചവരായിട്ട് ജീവിക്കുക,
ഇങ്ങനെ നന്മകൾ മാത്രം ധാർമ്മികമായി മാത്രം ചെയ്തിട്ടുള്ള ആ പാണ്ഡവന്മാർക്ക് എങ്ങനെയാണ് ഘോരം ദുഃഖം കഥം പ്രാപ്ത, എങ്ങനെയാണ് അവർക്ക് ഇത്രയും വലിയൊരു ദുഃഖം വന്നു ചേർന്നത്? അവരുടെ ആ സുകൃതമൊക്കെ എവിടെ പോയി എന്നാണ്. അവർ ചെയ്ത കുറേ നന്മകളെക്കുറിച്ച്, ധർമാനുസാരിയായ കർമ്മങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, അതുകൊണ്ട് അവർക്ക് ലഭിച്ച ആ സുകൃതം, നല്ലത് ചെയ്താൽ കിട്ടുന്നത് സുകൃതം അല്ലേ? അപ്പൊ സുകൃതം എവിടെ പോയി? കിം തത് പാപം മഹാരൗദ്രം യേനത്തെ പീഡിത സദാ, അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായൊരു പാപം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. ആ പാപം എന്താണ് എന്ന് ചോദിക്കണു. പിന്നെയോ ദ്രൗപദീ ച മഹാഭാഗ വേദീമധ്യാൽ സമുദ്ധിത രമാംശജ ച സാധ്വീ ച കൃഷ്ണഭക്തിയുത തഥാ. മഹാഭാഗയായിരിക്കുന്ന ദ്രൗപദി യജ്ഞവേദിയുടെ മധ്യത്തിൽ, ആ യജ്ഞവേദിയിൽ നിന്നാണ് ഉണ്ടായത്. വേദീമധ്യാൽ സമുദ്ധിത. പിന്നെയോ രമാംശജ, രമാംശഭൂതയാണ്, ലക്ഷ്മിയുടെ അംശമാണ് ദ്രൗപദി അത്രേ. പിന്നെ സാധ്വിയാണ്, അതിനോടൊപ്പം തന്നെ കൃഷ്ണഭക്തിയുത തഥാ, കൃഷ്ണഭക്തിയുള്ളവളുമാണ്. അവർക്കും സാ കഥം ദുഃഖമതുലം പ്രാപ ഘോരം പുനഃപുന, അവർക്ക് പോലും എന്തുകൊണ്ടാണ് അത്യധികമായ ദുഃഖം പുനഃപുന, വീണ്ടും 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 പ്രാപിക്കേണ്ടി വന്നത്, അനുഭവിക്കേണ്ടി വന്നത്? ദുശാസനേന, ആ ദുശാസനാൽ സാ കേശേ ഗൃഹീത പീഡിത ഭൃശം, ആ ദുശാസനൻ ദ്രൗപദിയുടെ കേശഭാരത്തിൽ പിടിച്ച് ആ ദേവിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചില്ലേ, അല്ലെങ്കിൽ പീഡിപ്പിച്ചില്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നൊരു സംശയം തനിക്കുണ്ട് എന്ന് പങ്കുവയ്ക്കുകയാണ്, ആ സംശയത്തെ പങ്കുവയ്ക്കുകയാണ് ജനമേജയ രാജാവ്. ഇനി 12 ശ്ലോകങ്ങൾ കൂടി ഇത്തരത്തിലുള്ള സംശയങ്ങളാണ്. ആ ശ്ലോകങ്ങളെ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.